പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചിക്കമംഗളൂർ സിദ്ധാർത്ഥ് കോഫി, അതായത് സിദ്ധാർത്ഥ് കഫേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തോട്ട് വരുമ്പം ഇതിനകത്തൊരു ചരിത്രമുണ്ട്. ചരിത്രമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോഫി ഡേ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു MD, അദ്ദേഹം സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരു വലിയ ബിസിനസ്സുകാരൻ, അദ്ദേഹം കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് കഫേ കോഫി ഡേ. ഈ കഫേ കോഫി ഡേയിൽ അദ്ദേഹം, അതായത് 7000 ഏക്കർ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നതും, അദ്ദേഹം വലിയൊരു കോഫിയെ സംബന്ധിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയും ഒരു കോഫിയുടെ ഒരു പുതിയ മേഖല അദ്ദേഹം തുറന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിലൂടെ വലിയ സാമ്പത്തിക ബാധ്യത വന്നതിന് ശേഷം അദ്ദേഹം സ്വയം ജീവിതം ഹോമിച്ചു പോയി എന്നാണ് നമുക്കൊക്കെ അറിവുള്ളത്. ആ അറിവ് വെച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്ത് വരികയും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചുവാണ് ഈ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കോഫിയിൽ വലിയ പരീക്ഷണങ്ങൾ നടത്തുകയും ലോകമെമ്പാടും ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയിക്കുകയും അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഈ പ്രസ്ഥാനം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്താലാണ് അദ്ദേഹം ഇത് കരുപിടിപ്പിച്ചത്. പക്ഷേ എന്തോ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള ലൈബിലിറ്റി ആണ് അദ്ദേഹത്തെ ഇപ്രകാരം കാര്യത്തിന് പ്രേരിപ്പിച്ചത്. അദ്ദേഹം 2019 മരണപ്പെട്ടതായിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആദ്യമായിട്ട് തുടങ്ങിയ ആ മെഷീനായിരിക്കാം, അദ്ദേഹം അത് ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ മെഷീൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാനിതിപ്പോൾ പറയാൻ കാരണം വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ ചെറിയൊരു കുടുംബത്തിലുള്ള ആളല്ലായിരുന്നു. വലിയ ഒരു കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമനുസരിച്ചും വലിയ സമ്പന്നതയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് അപ്രകാരം ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ട് പോയ ആ ബാധ്യതകൾ പിന്നീട് ആ ചേച്ചി അത് ഏറ്റെടുത്ത് അത് വളരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അതെല്ലാം ഒഴിവായി, അതിൽ നിന്നൊക്കെ റിക്കവറായി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ ഒരു മനുഷ്യൻ. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു അറിവ് വെച്ച് ഇന്ത്യയിൽ ആദ്യം ചിക്കമംഗളൂരാണ് കോഫി പ്ലാന്റേഷൻ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഉള്ള അറിവ്. അവിടെ ആയിരിക്കുന്ന ആ ഒരു വ്യക്തി തന്നെ ഇപ്രകാരം ഒരു വലിയ ഒരു പ്രസ്ഥാനമുണ്ടാക്കി തൻ്റെ സ്വപ്നം ബാക്കി വെച്ചതിന് ശേഷം ജീവിതം ഹോമിച്ച് പോയ ആ ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ അറിവ്, എനിക്ക് ലഭിച്ച ചെറിയ അറിവ് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു.